ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പത്തനംതിട്ടയിൽ BJPയുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാവും. നേരത്തെ തൃശ്ശൂരിൽ നമ്മൾ ആ പ്രതിഷേധം നമ്മൾ കണ്ടു. പല സ്ഥലങ്ങളിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ സൂരജ് സജി ചേരുന്നു. സൂരജ്, അവിടെ ഇപ്പോൾ തന്നെ അവിടെ പ്രതിഷേധം തുടങ്ങിയപ്പോൾ തന്നെ സംഘർഷാത്മകതയിലേക്ക് പോകാൻ തോന്നുന്നു കാര്യങ്ങൾ. സൂരജ്. അശ്മി, തീർച്ചയായും തൃശ്ശൂരിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലേക്കായിരുന്നു BJPയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിരുന്ന. ആ മാർച്ചാണ് ഇപ്പോൾ അക്രമാസക്തമായിരിക്കുന്ന മാർച്ച് വലിയ രീതിയിൽ സംഘർഷഭരിതമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ പോലീസ് ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ അന്വേഷിക്കുന്നതിനുള്ള ഒരു നീക്കമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അത് ശ്രമം കാണുന്നില്ല. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ജലപീരങ്കി, അതായത് 3 ജില്ലാ കമ്മിറ്റികളാണ് തൃശ്ശൂരിൽ BJPക്കുള്ളത്. അങ്ങനെ 3 ഇടങ്ങളിലേക്ക് ഈ വാഹനം മാറ്റിയതോടുകൂടി ബാരിക്കേഡ് മാത്രമാണ് ഈ സമരത്തെ തടയാൻ വേണ്ടി പോലീസിന് മുന്നിലുണ്ടായിരുന്ന. ബാരിക്കേഡ് ഉയർത്തി ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ഈ പ്രവർത്തകരെ തടഞ്ഞെങ്കിൽ പോലും ആ ബാരിക്കേഡ് തകർത്തുകൊണ്ട് ഇപ്പോൾ ഈ പ്രവർത്തകർ മുന്നേറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബാരിക്കേഡ് പൂർണ്ണമായും BJP പ്രവർത്തകർ തകർത്തിരിക്കുന്നവർ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി എന്ന മുദ്രാവാക്യം വിളിക്കുന്ന ഒരു നിലയാണുള്ളത്. മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇവരെ സമാധാനിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രവർത്തകർ പിന്തിരിയുന്നില്ല. പോലീസും പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം ഇടപെട്ടുകൊണ്ട് ചർച്ചകൾ നയിക്കുന്നുണ്ട്. വീണ്ടും ബാരിക്കേഡ് എടുത്തു നിർത്താൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് അടക്കം 3 കേന്ദ്രങ്ങളിലേക്കാണ് BJP തൃശ്ശൂർ ജില്ലയിൽ മാത്രം പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡ് പ്രവർത്തകർ എടുത്തുയർത്തി വീണ്ടും നിൽക്കുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഇപ്പോൾ നേതാക്കളെല്ലാവരും പ്രവർത്തകരെ കോട്ടയത്തും തൃശ്ശൂരിലും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ BJPയുടെ അവരുടെ സംഘടനാ ജില്ലകളിലൊക്കെ ഇന്നവർ ഏകീകൃത പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. അപ്പോൾ ആ പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ആ സമരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുടെ നേരത്തെ പത്തനംതിട്ടയിലടക്കമുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു. ഇതിപ്പോൾ തൃശ്ശൂരും കോട്ടയത്തുമാണ്. 2 സമരങ്ങളും ഒരു വലിയ ഏറ്റുമുട്ടലിലേക്കോ വലിയ സംഘർഷത്തിലേക്കോ പോകുന്നില്ലെങ്കിൽ കൂടിയും അത് സമാധാനപരമല്ല എന്ന് ഉറപ്പായും തന്നെ പറയാം. ഈ പറയുന്ന ബാരിക്കേഡിന് മുകളിൽ വലിഞ്ഞു കയറാൻ നോക്കുക, ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുക, ബാരിക്കേഡ് വിളിച്ച് കുലുക്കുക തുടങ്ങി നമ്മൾ ഈ സമരമുഖങ്ങളിൽ സ്ഥിരമായി കാണുന്ന കാഴ്ചകൾ നിർലോഭം കാണുന്നുണ്ട്. ഈ സമരമുഖങ്ങളിലൊക്കെ തൃശ്ശൂർ നടക്കുന്ന സമരങ്ങളിലേക്ക് വരുന്ന BJP പ്രവർത്തകരടക്കം ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ മതിയായ പോലീസ് സംവിധാനം ഇവിടങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു സംശയമുണ്ട്. പക്ഷേ പ്രേക്ഷകർ ആദ്യം കാണുന്ന പത്തനംതിട്ടയിലെ ദൃശ്യങ്ങളാണ്. രണ്ടാമത് കോട്ടയത്തെ ദൃശ്യങ്ങൾ. പത്തനംതിട്ടയിലും കോട്ടയത്തും വലിയ പ്രതിഷേധം തുടരുന്നു. അവിടെ പോലീസുകാർ ചട്ടപ്പടി ഈ സമരം നടത്തുന്നവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന പരിപാടികളിലേക്ക് അവിടെ കടക്കുന്നുമുണ്ട്. അതിപ്പോൾ പത്തനംതിട്ടയിലും കോട്ടയത്തും. പക്ഷേ കോട്ടയത്തെ ദൃശ്യങ്ങളിലൊക്കെ മതിയായ പോലീസ് സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന കാര്യം അറിയില്ല. മാത്രമല്ല ഇന്നിപ്പോൾ നടന്ന സമരങ്ങൾ എവിടെയും അങ്ങനെ ഒരു ജലപീരങ്കി പ്രയോഗത്തിൻ്റെ കാഴ്ച നമ്മൾ കണ്ടില്ല. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേർന്നു. ടോബി, കോട്ടയത്ത് ഈ സമരം നടത്തിയവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? ഹാഷ്മി, അറസ്റ്റിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ ആ ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ബാരിക്കേഡ് ഉപയോഗിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മുൻവശത്തുള്ള ഗേറ്റിൽ പോലീസ് ഒരു തടസ്സം സൃഷ്ടിച്ചിരുന്നു. എന്തായാലും അതിനപ്പുറത്തേക്ക് പോലീസ് വിടില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജലപീരങ്കി കൂടി പ്രയോഗിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് വന്നപ്പോഴും സമാനമായ രീതിയിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഇവിടെ തടഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ ആശുപത്രിയാണ്, അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക നിയമമുണ്ട്. അവിടേക്ക് പോയാലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണവശാലും ഒരു പ്രവർത്തകരെയും അടുത്തേക്ക് കടത്തിവിടില്ല എന്നൊരു നിശ്ചയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്നാൽ ലാത്തി ചാർജോ മറ്റ് നടപടികളിലേക്കോ ഒന്നും പോകരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ഇപ്പോൾ BJP ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടി ഇവിടെ വരുന്നുണ്ട്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് രാവിലെ രാജീവ് ചന്ദ്രശേഖർ ഈ ബിന്ദുവിന്റെ വീട്ടിലെത്തിയിരുന്നു. ബിന്ദുവിന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയ ശേഷം അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. നിരവധി വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെ എത്തി പ്രതിഷേധിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ അവിടെ നിന്നും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. നിരവധി പ്രവർത്തകരുണ്ട്, 100 കണക്കിന് പ്രവർത്തകരുണ്ട്. പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ അവർ അവിടെ തന്നെ നിൽക്കുകയാണ്. ശക്തമായിട്ടുള്ള ജലപീരങ്കി പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ ഇവിടെ പ്രതിഷേധവുമായി വന്നപ്പോൾ അന്ന് ഒരു മാർച്ച് നടന്നു. അന്ന് ആശുപത്രിക്കുള്ളിലേക്ക് കടന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതിനേക്കാൾ കൂടുതൽ
പ്രവർത്തകർ ഇന്നത്തെ മാർച്ചിനുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സംസ്ഥാന കമ്മിറ്റി തന്നെ നടത്തുന്ന ഒരു പ്രതിഷേധമായതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇപ്പോൾ നമുക്ക് കാണാം ബാരിക്കേഡ് തകർത്ത് അകത്തേക്ക് പ്രവർത്തകർ കയറാനുള്ള ശ്രമമാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്നു. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടി തന്നെയാണ്, പ്രതിഷേധ സമരം തന്നെയാണ് നടക്കുന്നത്. അകത്തേക്ക് പ്രവർത്തകർ തള്ളിക്കയറാനുള്ള ശ്രമമാണ്. പക്ഷേ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക്, ലാത്തിച്ചാർജ് പോലെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുതെന്നുള്ള നിർദ്ദേശവും പോലീസിനുണ്ട്. സംയമനം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അവിടെ കുറെ പേര് ചേർന്ന ബാരിക്കേഡ് പൊളിക്കുകയാണെന്ന് തോന്നുന്നു. ബാരിക്കേഡ് പൊളിച്ചകത്ത് കയറാനുള്ള ശ്രമം അവിടെ PC ജോർജൊക്കെ ആ സമരമുഖത്ത് അവിടെ ഉണ്ട്. അവിടെ ബാരിക്കേഡിന് മുകളിൽ കയറാനല്ല, കുറച്ച് പ്രവർത്തകർ ഒരു ബാരിക്കേഡിൻ്റെ ഒരു പാളി ഇങ്ങനെ ഇളക്കി മാറ്റുന്നത് കണ്ടു. അത് ഈ പറയുന്ന ഇപ്പോൾ ഈ പൊതുമുതൽ നശിപ്പിക്കൽ നിയമം എന്ന് പറയുന്ന ഒരു നിയമമൊക്കെ ഉണ്ട്. ചില്ലറ പൈസ ഒന്നും അടച്ചാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ആ സമരമുഖത്തെ ആവേശത്തിൽ നിൽക്കുമ്പോൾ അത് മനസ്സിലാവാതെ പോകുന്നതായിരിക്കും. പക്ഷെ അത് ചെറിയ കളിയല്ല. ടോബിയും എനിക്ക് തോന്നുന്നു ഇത് എന്താണ് സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തക പങ്കാളിത്തം ഉറപ്പിക്കാൻ BJP കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമരം കടുക്കുന്നുണ്ട് അല്ലേ? നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സമരം കടുക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ട് വന്നിരിക്കുന്നു. അതായത് PC ജോർജ്, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് ഈ സമരത്തിന് നടുക്കേക്ക് നമുക്ക് കാണാം. സംസ്ഥാന നേതാക്കൾ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ നേതൃത്വമുണ്ട്. അങ്ങനെ സമരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ മുതിർന്ന നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ സമരത്തിന് മുന്നിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ഒരു ശക്തമായ പ്രക്ഷോഭം തന്നെയാണ് BJP ഇവിടെ നടത്താൻ തീരുമാനിച്ചത്. ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സമരം നടന്നിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കൂടുതൽ ആളുകളെ, കൂടുതൽ പ്രവർത്തകരെ കൊണ്ടുവന്ന് ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. ആരും തന്നെ പിന്നിലേക്ക് പോകരുത് എന്നൊരു നിർദ്ദേശം മൈക്കിലൂടെ കൊടുക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വിഷയം, ഈ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവം അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം അങ്ങോട്ടേക്കുണ്ട്. അപ്പോൾ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നേതൃത്വം നൽകുന്ന സമരമാണ് കോട്ടയത്തെ സമരം എന്നുകൂടെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വാഭാവികം അത്രത്തോളം പ്രവർത്തന പങ്കാളിത്തം ഉറപ്പിക്കാൻ അവർ കഴിയണം. അത് അവർ കഴിയുന്നുണ്ട്. ബാരിക്കേഡൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് അതിന് മുകളിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ പ്രവർത്തകർ നടക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ തന്നെ തുടരുന്നു. പ്രവർത്തകർ പിന്നോട്ടേക്ക് പോകരുത് എന്ന് BJP നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവർ ബാരിക്കേഡിൻ്റെ ഒരു ഭാഗം ഇളക്കി മാറ്റുകയാണോ എന്നൊരു സംശയം നേരത്തെ കണ്ട ദൃശ്യങ്ങൾ തോന്നിയിരുന്നു. അതൊന്നുകൂടി വ്യക്തത വരുത്തേണ്ടതാണ്. എന്തായാലും ഈ പറയുന്ന ഇന്ന് BJPയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും അവിടെ പ്രതിഷേധമുണ്ട്. കോട്ടയത്താണെന്ന് തോന്നുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ നേരിട്ടുള്ള ജലപീരങ്കി പ്രയോഗം. കോട്ടയത്ത് അവിടെ ഇതാദ്യത്തെ ജലപീരങ്കി പ്രയോഗമാണെന്ന് തോന്നുന്നില്ല, രണ്ടാമത്തെ ജലപീരങ്കി പ്രയോഗമാണ്. ജലപീരങ്കി പ്രയോഗം അവിടെ നടക്കുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് ജലപീരങ്കിയെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം തുടർച്ചയായ 3-4 ദിവസങ്ങളിൽ അതിശക്തമായി തന്നെ തുടരുകയാണ്. ദൃശ്യങ്ങളും വാർത്തകളുമാണ് പ്രേക്ഷകർ കണ്ടത്.